بسم الله الرحمن الرحيم فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹു തആല പറയുന്നു ലാ യഹ്സുൻക ഖൗലുൻ നാസി ഫീക ആളുകൾ നിന്നെക്കുറിച്ച് പോസിറ്റീവായ റിമാർക്സ് പറഞ്ഞാലും നെഗറ്റീവ് റിമാർക്ക് പറഞ്ഞാലും നിനക്ക് അമിതാഹ്ലാദമോ അല്ലെങ്കിൽ ദുഃഖമോ ഉണ്ടാകാൻ പാടില്ല. അതാണ് കാരണം ഫൈഖാന കിദ്ബൻ, അവർ പറയുന്നത് കളവാണ് എങ്കിൽ കാനത്ത് ഹസനത്തൻ ലം തഅമൽഹ, ഒരു നന്മയായ ഒരു ഹസനത്തിനെ കുറിച്ചായിരിക്കും അവർ മറ്റുള്ളവർക്കിടയിൽ കളവ് പറഞ്ഞ് പരത്തുന്നത്. അതിനാൽ നീ വേദനിക്കേണ്ടതില്ല. ഇനി ആളുകൾ നിന്നെക്കുറിച്ച് പറയുന്നത് സത്യസന്ധമാണെങ്കിൽ, നിന്നെക്കുറിച്ച് സത്യം തന്നെയാണ് ആൾക്കാർക്കിടയിൽ പറഞ്ഞ് പരത്തുന്നതെങ്കിൽ, നീ ചെയ്ത എന്തെങ്കിലും ഒരു തിന്മയെ കുറിച്ചായിരിക്കും അവർ പറയുന്നത്. നീ എന്ത് മനസ്സിലാക്കിയാൽ മതി, അതിന്റെ ശിക്ഷ ദുനിയാവെന്ന് തന്നെ കിട്ടി, ആഖിറത്തിലേക്ക് അള്ളാഹു നീട്ടിവെക്കാതെ ദുനിയാവെന്ന് തന്നെ അതിന്റെ ശിക്ഷ കിട്ടി എന്ന് നീ വെച്ചാൽ മതി. ഏതായിരുന്നാലും ആളുകൾ നിന്നെക്കുറിച്ച് സത്യം പറഞ്ഞാലും നിന്നെക്കുറിച്ച് കളവ് പറയുന്നുവെങ്കിലും, രണ്ടായാലും അതിൽ നീ വിഷമിക്കുകയോ അമിതാഹ്ലാദം നടത്തുകയോ ചെയ്യേണ്ടതില്ല. അത് നിനക്ക് ഉപകാരപ്രദമാണ് ഇങ്ങനെ നീ നിലപാടെടുക്കുന്നുവെങ്കിൽ.